നമസ്കാരം, സുഭാഷ് സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാരുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് അടിപൊളി ക്വസ്റ്റൻസുകളാണ്. നിങ്ങളിപ്പോൾ കുറേ ചാനലുകളുടെ കുറേ ക്വസ്റ്റൻസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും ചെയ്തല്ല പഠിച്ചു പോകുന്നത്, എല്ലാം ഇങ്ങനെ കണ്ടു പഠിച്ചു പോവുക. മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടു പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിക്കുള്ള നമ്മളെ സ്കിൽ ഉള്ള ഒരാൾക്കേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത് കാണുന്നതെല്ലാം നമ്മൾ മറന്നു പോകും. നിങ്ങൾ ചെയ്ത് പഠിക്കാത്തിടത്തോളം ഇത് എക്സാമിന് എത്തുമ്പോൾ പലതും കൺഫ്യൂഷൻ എന്ന് പറയും. പലതും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല, ക്വസ്റ്റൻ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയത്തില്ല. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ ഇരുന്ന് കേട്ട ക്വസ്റ്റൻസുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ടൈം ഇനിയിപ്പോൾ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി പ്ലസ് ടുവിലൊക്കെ എത്തുമ്പോൾ അതേപോലെ പഠിച്ചോണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസുകൾ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ എല്ലാ ക്വസ്റ്റനും നമുക്ക് ബോർഡ് എഴുതാനുള്ള ടൈം ഇല്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3, 5. അപ്പം രണ്ട് സെറ്റുകളെ തോന്നുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. നമ്പർ ഓഫ് നോൺ എം ഡി റിലേഷൻസ് ഫ്രം എ ടു ബി. നമ്പർ ഓഫ് നോൺ എം ഡി റിലേഷൻസ് ഫ്രം എ ടു ബി. നോൺ എം ഡി റിലേഷൻസ് നമുക്കറിയാം, റിലേഷൻസുകളുടെ എണ്ണം ഫോർമുല ഇതാണ് മോനെ, 2m into n, where m is the number of elements in first set and n is the number of elements in second set. അപ്പൊ നോൺ എം ഡി റിലേഷൻസ് എന്ന് പറയുമ്പോൾ 2mn - 1 കൊടുക്കണം കേട്ടോ. 2mn - 1, that is 2mn എന്ന് പറയാൻ ഇവിടെ നോക്കിക്കുമ്പോൾ എത്ര പേരുണ്ട്? 3 പേർ. ഇവിടെ എത്ര പേര്? 2 പേർ. അപ്പൊ m into n എന്ന് പറഞ്ഞാൽ 3 into 2 - 1. ഓക്കെ, ആൻസർ വരുമ്പോൾ എത്ര ഇടും? 2⁶ - 1. What is 2⁶? 64 ആണ് കേട്ടോ. ഓക്കെ, 64 - 1, ഫൈനൽ ആൻസർ ഈസ് 63. അപ്പോൾ എയിൽ നിന്നും ബിയിലോട്ടുള്ള നോൺ എം ഡി റിലേഷൻസുകളുടെ എണ്ണം എത്ര എന്ന് വെച്ചാൽ 63. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതാണ്. ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇത് എക്സ് ആക്സിസ്, ഇതെന്താണ്? വൈ ആക്സിസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ തന്നേക്കുന്നത് ഇങ്ങനെയാണ് മോനെ. ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇങ്ങനെ രണ്ട് ബ്രാഞ്ചസ് ആയിട്ടാണ് തന്നേക്കുന്നത്. ഇത് -4ഉം ഇത് +4ഉം. അപ്പൊ ഇപ്പുറത്തൊക്കെ നമ്പറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് നമുക്ക് വേണമെന്നില്ല. എന്നിട്ട് ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദിസ് റിലേഷൻ ഫ്രം ദ ഗ്രാഫ്? ഗ്രാഫിൽ നിന്ന് ഡൊമൈനും റേഞ്ചിനെയും കണ്ടുപിടിക്കണം. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഡൊമൈനൊക്കെ ഇല്ലേ? പക്ഷെ എന്താണെന്നുള്ള കൃത്യമായിട്ട് ഇപ്പോഴും പിടികിട്ടാതെ ഇങ്ങനെ കളിപ്പിച്ച് നടക്കുന്നവനാണ് ഡൊമൈൻ റേഞ്ചും ഒക്കെ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് ഈ എക്സ് ആക്സിസിന്റെ മണ്ടയ്ക്കോ താഴെയോ എവിടേക്കോ ഉണ്ടെന്ന് നോക്കണം. ഈ എക്സ് ആക്സിന്റെ മണ്ടയ്ക്കോ താഴെയോ, ഇപ്പൊ മണ്ടയ്ക്കോ ഉള്ളു ഇവിടെ ഗ്രാഫ്. നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് മോനെ. ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ളതിനും ഇവിടൊക്കെ ഉണ്ട് അല്ലേ? അതുപോലെ ഇവിടെ തൊട്ട് അതിന്റെ അപ്പുറത്തോട്ടും ഉണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്കുണ്ടോ മോനെ? ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടോ? ബ്ലാങ്ക ഉണ്ടോ? അപ്പൊ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ -4 തൊട്ട് ഇപ്പുറത്തോട്ടും ഉണ്ട്, അപ്പുറത്തോട്ടും ഉണ്ട്, +4 തൊട്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്കില്ല. ഡൊമൈൻ ഇതിന്റെ ആരാന്ന് ഒരാൾ ചോദിച്ചാൽ r - -4 to +4 ഓപ്പൺ ഇന്റർവൽ കേട്ടോ. ഓപ്പൺ ഇന്റർവൽ ആണ്. മൈനസ് എന്ന് പറഞ്ഞാൽ -4നും +4നും ഇടയ്ക്കുള്ള സ്ഥലമില്ല, അതിന്റെ ഇടയ്ക്കുള്ളവരെ ഒഴിവാക്കി ബാക്കി റിയൽ നമ്പറിൽ ഫുൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കൊണ്ടർത്ഥം ഈ ഭാഗമുണ്ട്. ഈ രണ്ട് ഭാഗത്തിനെ ചേർത്ത് എഴുതുന്നതാണ്. ഫുള്ളിൽ നിന്നും ഇത്രയും മൈനസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ റേഞ്ച്. റേഞ്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ആക്സിസിന്റെ ലെവലിൽ എവിടം തൊട്ട് എവിടം വരെ ഉണ്ടെന്ന് നോക്കണം. നോക്കിക്കേവനെ, ഈ വൈ ആക്സിന്റെ ഇവിടെ 0 ആണെന്നറിയാം. വൈ ആക്സ് അല്ലേ? താഴോട്ടുണ്ടോ? ഇല്ലല്ലോ. ഗ്രാഫ് ഇവിടുന്ന് മണ്ടയ്ക്കോട്ടല്ലേ ഉള്ളൂ, താഴോട്ടില്ല. അപ്പൊ മണ്ടയ്ക്കോട്ട് മാത്രം എവിടം വരെ പോകുന്നുണ്ട്? ഇത് മണ്ടയ്ക്കോട്ട് പോകുന്ന പറഞ്ഞാൽ ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് 0 to ആരാണ്? ഇൻഫിനിറ്റി കേട്ടോ. ഇതാണ് ഇതിന്റെ റേഞ്ച്. ഓക്കെ ആണല്ലോ. അപ്പൊ ഡൊമൈനും കിട്ടി, റേഞ്ചും കിട്ടി. ഇനി ഇത് ഏതാണ് ഫംഗ്ഷൻ എന്നൊരാൾ ചോദിച്ചാൽ √(x² - 16) ആണ് കേട്ടോ. x² - 16 ആണ് ഇതിന്റെ ഗ്രാഫ്. ഓക്കെ, ഇത് സർക്കിൾ അല്ല. സർക്കിൾ ആണെങ്കിൽ 16 - x² വന്നേനെ. 16 - x² ആണെങ്കിൽ സർക്കിൾ വന്നേനെ. അതുകൊണ്ട് രണ്ട് തിരിഞ്ഞ, അതുകൊണ്ടാണ് x² - 16. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറുകയാണ്. അതൊരു ഗ്രാഫ് ആണ് കേട്ടോ. ഗ്രാഫ് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കുറച്ച് വേവ്സ് പോലെ ഇങ്ങനെ വന്നേക്കുക കേട്ടോ. ഇതിന്റെ ഗ്രാഫിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. പേരാണേ. ഇതിനെ കണ്ടിട്ട് ഇവിടെ പറയുന്നുണ്ട് sin x എന്നുണ്ട്, cos x എന്നുണ്ട്, മോഡുലസ് sin x എന്നുണ്ട്, മോഡുലസ് cos x എന്നുണ്ട്. ഇത്രയും ഓപ്ഷൻസുകൾ ഇതിനകത്തുണ്ട്.
നിങ്ങൾക്ക് തോന്നുന്നത് ഏതാ ഇതിനുള്ളിൽ ഏത് വരാനാ സാധ്യത? സൈനിക്സിന്റെ ഗ്രാഫ് ഒക്കെ കണ്ടുണ്ടോ? സൈനിക്സിന്റെ ഗ്രാഫ് രണ്ടുമനെ ഇങ്ങനെ ഇരിക്കുമേ. സൈനിക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ വന്ന് ഇങ്ങനെയാ സൈനിക്സിന്റെ ഗ്രാഫ്. കോസെക്സിന്റെ ഗ്രാഫ് രണ്ട് ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇവിടെ കൂടെ പോകുന്നില്ല. സൈനിക്സ് മാത്രമേ നമ്മുടെ ഒറിജിനിൽ കൂടെ പോകുന്നുള്ളൂ, കോസെക്സ് ഒറിജിനിൽ കൂടെ അല്ല. അപ്പൊ ഇത് ഒറിജിനിൽ കൂടെ പോയിട്ടുണ്ട്, പക്ഷേ താഴോട്ടില്ല കേട്ടോ. സൈനിക്സ് താഴോട്ടുണ്ട്, ഇവിടെ താഴോട്ടുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഇതാരാ മോനെ? മോഡുലസ് സൈനിക്സ് ഓൾവേസ് പോസിറ്റീവ്. അതുകൊണ്ടാണ് വൈ ആക്സിസിന്റെ ഇതുണ്ട് ഇവിടെ പോസിറ്റീവിലോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. 1 വരെ. അപ്പോൾ ഇതിന്റെ ഗ്രാഫിന്റെ പേര് ചോദിച്ചാൽ മോഡുലസ് സൈനിക്സ്. അതുപോലെ ഡൊമൈൻ ഒരാൾ ചോദിച്ചാൽ വാട്ട് ഈസ് എ ഡൊമൈൻ? ക്യാപിറ്റൽ ആർ, അത്രേ ഉള്ളൂ. റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനെ ഇവിടെ നിന്നാണ് താഴോട്ടില്ല, ഇവിടെ തൊട്ട് ഇത്രയേ ഉള്ളൂ പൊക്കം കേട്ടോ. ഇത്രയേ ഉള്ളൂ പൊക്കം എന്ന് പറഞ്ഞാൽ 1 വരെ. അപ്പൊ ഇത്രയിനുള്ളിലാണ് പരിപാടി. ദാറ്റ് ഈസ് 0 to 1. ഇതാണ് നമ്മുടെ റേഞ്ച് കേട്ടോ. 0 to 1 ആണ് നമ്മുടെ റേഞ്ച്. കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1/i⁻39 വാല്യൂവിനെ കണ്ടുപിടിക്കണം. 1/i⁻39. 1/i⁻39 എന്ന് വരുമ്പോൾ നമുക്ക് ഇതറിയാവുന്ന നോക്കുകയും ഐയുടെ പവറിൽ 4 വരിക, 8 വരിക, 12 വരിക, 16 വരിക, 20 വരിക, 24, 28, 32, 36 അങ്ങനെ വന്ന ആൻസർ 1 ആണ്. കാരണം ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ് പവറെങ്കിൽ ആൻസർ ഓൾവേസ് 1. ബട്ട് ഇവിടെ i⁻39 4ന്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് ഒന്നും എഴുതാൻ പറ്റത്തില്ല. ഇയാൾക്ക് ഒന്നും എഴുതാൻ പറ്റത്തില്ല. അപ്പൊ i⁻40 ആയിരുന്നെങ്കിലോ 1 ആണ് അല്ലേ? അപ്പൊ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഐയും കൊണ്ട് താഴെ മണ്ടയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഐ താഴെ ഇൻറ്റു ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? 39 1 40 ആക്കാൻ വേണ്ടി. അപ്പൊ താഴെ ഇൻറ്റു ചെയ്യുന്നതിന് മണ്ടയ്ക്ക് നമ്മൾ ബാലൻസ് ചെയ്യാൻ ഒരു ഐ കൊടുക്കണം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഐയുടെ പവർ താഴെ 39 ഉണ്ടായിരുന്നു. ഒരു ഐയോട് ചേരുമ്പോൾ 40 ആയിക്കോളും, 1 ആയിക്കോളും, അവന്റെ ശല്യം തീർന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഐ കൊണ്ട് താഴെ മണ്ടയ്ക്ക് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ ആൻസർ നോക്കിക്കുക, 1 into i ആരാമനെ ഐ. i⁻39 into i⁻1 becomes i⁻40. ആൻസർ അപ്പൊ എത്ര വരും മോനെ? i/1 i എന്ന് കിട്ടും. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് എഴുതുമ്പോൾ 0 + i എന്ന് കിട്ടും കേട്ടോ. 0 + i. 0. അപ്പൊ ഇനി എക്സാം ചോദിക്കുക ഇതിന്റെ കോഞ്ചുഗേറ്റ് എഴുതാൻ ക്വസ്റ്റനെങ്കിൽ ഇത്രയുടെ കോഞ്ചുഗേറ്റ് എഴുതാൻ ചോദിച്ചാൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഇത് കിട്ടിയ ശേഷം കോഞ്ചുഗേറ്റ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ 0 - i എഴുതിയേക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാ മോനെ. അഞ്ചാമത്തേത് 1 + i/1 - i ഹോൾ റൈസ് ടു 5ന്റെ ആൻസർ എത്രയാണ്? 1 + i/1 - i ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഈ 1 + i/1 - i കേട്ടോ. നമ്മളിപ്പോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് താഴെ മണ്ടയ്ക്കൊക്കെ ഇൻറ്റ് ചെയ്ത് കുറെ വഴക്കൊക്കെ ഇട്ട് പ്രശ്നം ഉണ്ടാക്കി ആൻസർ കിട്ടും. ഈ ബ്രാക്കറ്റ് കിടക്കുന്നത് ചെയ്ത അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന i എന്ന്. 1 + i/1 - i ഈസ് ഈക്വൽ ടു i എന്ന് നിങ്ങൾ ചെയ്താൽ അത് കിട്ടും. ഓക്കെ. അപ്പൊ റേസ് ആരുണ്ട് മോനെ? 5. അപ്പൊ i⁻5 എന്നായി നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇത്രയും ചെയ്താൽ i ആ. ഓക്കെ. അപ്പൊ i⁻5 i⁻5 എന്ന് പറഞ്ഞാൽ i⁻4 into i എന്നാണ്. i⁻4 ഈസ് 1 ആണ്. ദാറ്റ് ഈസ് 1 into i. ഫൈനൽ ആൻസർ ഈസ് i. തീർന്നു. ഓക്കെ. അപ്പൊ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ തരുമ്പോൾ പല കുട്ടികളും ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇച്ചിരി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഒക്കെ ഇടുക. ഈ എക്സാമിന് നിങ്ങൾ എന്തായാലും കുറേ ചാനൽ കണ്ട് കുറേ ക്വസ്റ്റ്യൻസുകൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്നുള്ളതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇത്തിരിയൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസുകളും പഠിക്കണ്ടേ. എല്ലാം കുഞ്ഞത് പഠിച്ച് നമ്മൾ ഇങ്ങനെ എളുപ്പം എന്നുള്ള രീതിയിൽ കൂടെ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ഇടാറുള്ളൂ. എന്തായാലും മാക്സിമം നല്ലൊരു പ്രോബ്ലംസുകളാണ് നമ്മുടെ ഉദ്ദേശവും. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാവുന്നെങ്കിൽ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ +2ന്റെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഫുൾ പ്രോബ്ലംസുകളും എല്ലാ ചാപ്റ്ററിലെയും അടിപൊളിയായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്തു തരും. പിന്നെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്, ഏറ്റവും നല്ല ഷോർട്ട് ട്രിക്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ളത്. രണ്ടുകൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് നമുക്ക് ഫീസിൽ നല്ലൊരു ഇളവുണ്ട്, മീൻസ് കൺസെഷൻ ഉണ്ട്. ഓക്കെ. ജോയിൻ ചെയ്യാൻ താഴെ നമ്മുടെ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഉടൻ തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കോംപ്ലക്സ് നമ്പറിൽ നിന്നുമാണ് എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു XY ആക്സിസ് ആണ്. ഒത്തിരി ഫിഗറിന്റെ പ്രോബ്ലംസുകൾ ഇപ്പൊ എക്സാമിന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾ നന്നായിട്ട് ഇവനെ എല്ലാം പഠിച്ചോണം. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇത് -2, ഇത് 3, ഇത് P എന്ന് പറയുന്ന പോയിന്റ് ആണ് കേട്ടോ. ഇത് അങ്ങനെയാണെങ്കിൽ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ P എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ആർജന്റ് പ്ലെയിൻ. എന്താണ് ആർജന്റ് പ്ലെയിൻ? കോംപ്ലക്സ് നമ്പറുകളെ മാർക്ക് ചെയ്യുന്ന പ്ലെയിന്റെ പേരാണെന്ത്? ആർജന്റ് പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ഈ P എന്ന് പറയുന്ന പോയിന്റിന്റെ കോംപ്ലക്സ് നമ്പറിനെ എഴുതുക.
അപ്പൊ നോക്കിയാൽ ഇത് എക്സ് കോർഡിനേറ്റ് എത്ര -2, വൈ കോർഡിനേറ്റ് എത്ര 3. Therefore ഈ പി എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ -2 + 3i എന്നാണ് കേട്ടോ. -2 + 3i മറന്നുപോലെ -2 + 3. അപ്പൊ ഇതാണ് നമ്മുടെ Z -2 + 3i. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് പി ഇൻ a + ib ഫോം. അതാണ് -2 + 3. രണ്ടാമത്തെ ഫൈൻഡ് ദ മോഡുലസ് ഓഫ് Z. ഇതിന്റെ മോഡുലസിനെ കണ്ടുപിടിക്കണം. എങ്ങനെ മോഡുലസിനെ കണ്ടുപിടിക്കുന്ന? √(x² + y²) that is √(-2 the whole square plus 3² √4 + 9 √13. That's all. തീർന്നല്ലോ. √13 കിട്ടി അല്ലേ? നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് കോഞ്ചുഗേറ്റിനെ കണ്ടുപിടിക്കാൻ. Z ബാർ എന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഓക്കെ, കോഞ്ചുഗേറ്റ് ഓഫ് Z. കോഞ്ചുഗേറ്റ് ഓഫ് Z എന്ന് പറയുമ്പോൾ -2 - 3i അല്ലേ? -2 - 3i രണ്ടും എല്ലാം കിട്ടിയല്ലോ. ഇതാണ് ചോദിക്കുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. എന്താ പറഞ്ഞ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ ഫോർമുല? Z bar by mod Z². This is a formula for finding the multiplicative inverse of a complex number. Okay, what is Z bar? -2 - 3i by √13². That is equal to -2 - 3i by 13. That's all. കഴിഞ്ഞല്ലോ. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ കണ്ടോണ്ടിരിക്കാൻ. പ്രോബ്ലം ഒക്കെ വളരെ ഈസി ആയിട്ട് പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് മോനെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചിരിക്കാം. x² - 2x + 1 whole raised to 10. കൺസിഡർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. കൺസിഡർ x² - 2x + 1 whole raised to 10. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഒന്നാമത്തെ പാർട്ട്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ. ഇതാണ് ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ഇതാണ് സം ഓഫ് ദ കോഎഫിഷ്യൻസ്. സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഓഫ് ദിസ്. ഇതിന്റെ കോഎഫിഷ്യൻസുകളുടെ സമ്മിനെ കണ്ടുപിടിക്കുക. മൂന്നാമത്തെ പാർട്ട് റൈറ്റ് ദ തേർഡ് ടേം ഓഫ് ദിസ് എക്സ്പാൻഷൻ. ഇതിന്റെ മൂന്നാമത്തെ ടേമിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ടേം ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നമ്പർ ഓഫ് ടേംസ്. ഇത് 3 പേരുണ്ട് ഇല്ലയോ? 3 പേരുള്ളപ്പോൾ നമുക്ക് അങ്ങനെ പഠിച്ചിട്ടില്ലല്ലോ ഇല്ലയോ? 2 പേരുടെ ഇല്ലയോ? ഓക്കെ, ബ്രാക്കറ്റിൽ കിടക്കുന്നതിന് വായിച്ച x² - 2x + 1. വാട്ട് ഈസ് x² - 2x + 1? ഇത്രയും. ഇതെന്ന് പറഞ്ഞാൽ x - 1 ദ ഹോൾ സ്ക്വയർ ആമനെ. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന x - 1 ദ ഹോൾ സ്ക്വയർ. ഹോൾ റേസ് ആരുണ്ട് മോനെ? 10. അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതാം, x - 1 ഹോൾ റേസ് ആരെന്ന് എഴുതി 20. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് ഇങ്ങനെ മാറി. ഇപ്പൊ ഇനി നിങ്ങൾക്ക് ചെയ്യാമല്ലോ, നമ്പർ ഓഫ് ടൈംസ് 20 ആണ് ഇവിടെ പവർ ആണെങ്കിൽ 20 + 1 ആൻസർ എത്ര? നമ്പർ ഓഫ് ടൈംസ് 21, പവർ +1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ കോഎഫിഷ്യൻസ് x - 1 ഹോൾ റേസ് 20യുടെ സം ഓഫ് ദ കോഎഫിഷ്യൻസ് എപ്പോഴും എത്ര ആയിരിക്കും? -0 ആയിരിക്കും കേട്ടോ. x - 1 റേസ് ടു ആണെങ്കിൽ അങ്ങനെയും ആണല്ലോ. ഇപ്പൊ x - 1 റേസ് 20 അല്ല, ഇതിപ്പോ 200 ആണെങ്കിൽ 0 ആണ്, 2000 ആണെങ്കിൽ 0 ആയി. x - 1 റേസ് ടു എനി പവർ സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഈസ് ഓൾവേസ് 0. മറന്നു വരാം കേട്ടോ. ഓക്കെ, അവിടെ എക്സിന് 1 കൊടുക്കുമ്പോഴേ 1 - 1 റേസ് 20, ആൻസർ 0 റേസ് 20 0 കേട്ടോ. ഓക്കെ, ഇനി അവര് പറയുന്നത് മൂന്നാമത്തെ പാർട്ട് പറയുന്നത് തേർഡ് ടേമിന്റെ കോഎഫിഷ്യന്റ് എഴുതാനാ. തേർഡ് ടേമിന്റെ കോഎഫിഷ്യന്റ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന തേർഡ് ടേം. അപ്പൊ നമ്മുടെ എക്സ്പാൻഷൻ അപ്പൊ x - 1 റേസ് 20 ഇല്ലയോ? ഇതിനെ എങ്ങനെ അങ്ങനെ ചെയ്യുന്നത്? ആദ്യത്തെ ടൈം x റേസ് 20 മൈനസ് 20c1 ഇൻറ്റു x റേസ് 19, ഒരു പവർ കുറഞ്ഞു, ഇൻറ്റു 1. അത് എഴുതണമെന്നില്ല, നമുക്കറിയാം എക്സ്പാൻഷൻ എഴുതണം കേട്ടോ. 3 ടൈംസ് വരെ മതി. അടുത്ത ടൈം 20c2 ഇൻറ്റു x റേസ് 18. ഇങ്ങനെ അങ്ങോട്ട് എഴുതിക്കൊണ്ടിരിക്കും. നമുക്ക് അത്രയും വേണ്ട, 3 ടൈംസ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇവിടുത്തെ കോഎഫിഷ്യന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാ മോനെ? ആൻസർ കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു 20c2. 20c2 നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്റർ ചെയ്തെടുക്കാൻ പറ്റും. 20c2 എന്ന് പറയുമ്പോൾ 20 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 20 - 2 ആൻസർ ഈസ് 18 ഫാക്ടോറിയൽ. ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 19 ഇൻറ്റു 20/1 ഇൻറ്റു 2 കട്ട് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 190. ദാറ്റ്സ് ഓൾ. പരിപാടി കഴിഞ്ഞ മോനെ. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വളരെ കോൺഫിഡൻസോടുകൂടി ധൈര്യത്തോടെ മാത്സ് പഠിച്ച എന്ത് രസം അല്ലേ? അപ്പൊ അതിനൊക്കെ നമുക്ക് പറ്റും. നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്താൽ മതി, സൂപ്പറായിട്ട് മാത്സിനെ പഠിക്കാൻ പറ്റും. ഏറ്റവും +2 2 ടെക്സ്റ്റ് ബുക്കിനെ അടിപൊളിയായിട്ട് നമുക്ക് പച്ചവെള്ളം പഠിക്കാന്നാണ് പറയുന്നത്. പച്ചവെള്ളം പോലെ പഠിക്കുക, അങ്ങനെയൊന്നുമല്ല, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാക്കി എല്ലാ പ്രോബ്ലത്തിനെയും
നിങ്ങൾക്ക് ഒരു ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ മാത്സ് ഒന്നും ഒരിക്കലും പിന്നെ ബുദ്ധിമുട്ടാവില്ല. ആ രീതിയിലുള്ള ക്ലാസ്സുകൾ കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.